വാർത്തയോട് പ്രതികരിക്കാൻ രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. രാഹുൽ ഈശ്വർ, ഇപ്പോൾ രാഹുലിനെതിരെ രാഹുലിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയാണ് ഹണി റോസ്. എന്താണ് പ്രതികരണം? ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ? രാഹുൽ കേൾക്കാമോ? എനിക്ക് കേൾക്കാം. നിയമ നടപടിക്കൊരുങ്ങിയാണ് ഹണി റോസ്. രാഹുൽ സൈബർ ഇടത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുന്നു എന്നാണ് ആരോപണം. എങ്ങനെ പ്രതികരിക്കുന്നു? രണ്ട് കാര്യങ്ങൾ. ഹണി റോസിനെതിരെ ഇന്നേ വരെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീക്കെതിരെ ഇന്നേ വരെ അസഭ്യമായിട്ടോ ആഭാസമായിട്ടോ ഞാൻ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ എന്നെ വിചാരണ കൂടാതെ തടവിലിടണം. ഞാൻ അതിനെ എതിർക്കുക പോലുമില്ല. അതായത് ഇന്നേ വരെ രാഹുൽ ഈശ്വർ ഏതെങ്കിലും വ്യക്തിക്കെതിരെ ആഭാസമോ ദ്വയാർത്ഥ പ്രയോഗമോ ലൈംഗികോദ്ദീപകവുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 100% ഞാൻ എതിര് പോലും നിൽക്കില്ല, മറുവാദം പോലും ഉന്നയിക്കില്ല. എന്നെ നിങ്ങൾ വിചാരണ കൂടാതെ തടവിലിടണം. രണ്ട്, ഹണി റോസിനെ വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ 19 ഭരണഘടനയിൽ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് ഉണ്ട്. ഹണി റോസ് പ്രഗത്ഭയായ അഭിനേത്രിയാണ്, വളരെ സുന്ദരിയായ വ്യക്തിയാണ്. നമ്മുടെ മലയാളത്തിൽ നിന്നും തെലുങ്കിലടക്കം പോയി ഒരുപാട് സിനിമകളിൽ ഗംഭീരമായി പെർഫോം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനെ ഡീസൻസി എന്ന ക്ലോസുമായി ചേർത്ത് വെച്ച് വിമർശിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന എനിക്ക് നൽകുന്നുണ്ട്. ഹണി റോസിന്റെ കുടുംബമൊക്കെ വിഷമത്തിലാന്ന് പറയുന്നു. ഹണി റോസിന്റെ 100% അതിനോട് ഞാൻ ഐക്യദാർഢ്യപ്പെടുന്നു. അവരുടെ കുടുംബത്തിനുണ്ടായ വിഷമത്തിനോടൊപ്പം തന്നെയാണ്. പക്ഷേ ഹണി റോസിനെ വിമർശിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തിരിക്കുന്നത്, അധിക്ഷേപിക്കുകയല്ല. ഹണി റോസിനെ റെസ്പെക്ട്ഫുള്ളി വിമർശിക്കാനുള്ള ഒരു സ്പേസ് ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ഹണി റോസ് വിമർശനത്തിന് അതീതയാണെന്ന് ഹണി റോസ് കരുതരുത്. ഹണി റോസ് അല്ല ഏതൊരു വ്യക്തിയും, രാഹുൽ ഈശ്വർ, ഞാൻ നേരത്തെ അമല പോളിനെ കുറിച്ച് പറഞ്ഞു, പ്രഗത്ഭയായ അഭിനേത്രിയാണ്. അവരൊരു കോളേജിൽ പോയ വസ്ത്രധാരണം ശരിയല്ല. അങ്ങനെ വസ്ത്രധാരണം ശരിയല്ല എന്ന് സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ ഉള്ള റൈറ്റ് എനിക്കുമുണ്ട് എന്ന് ഹണി റോസ് മറക്കരുത്. രാഹുൽ, ബാക്കിയുള്ളവർ എന്ത് ധരിക്കണം എന്ന് പറയാൻ രാഹുലിന് എന്താണ് അവകാശം? ബാക്കിയുള്ളവർ ഏത് വസ്ത്രം ധരിക്കണം, ഏത് വസ്ത്രത്തിലാണ് ഡീസൻസി എന്ന് രാഹുൽ നിശ്ചയിക്കുന്നതാണോ ഡീസൻസിയുടെ അവസാന വാക്ക്? ഒരിക്കലുമല്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നവരല്ലേ 99% മലയാളികളും. എപ്പോഴും രാഹുൽ നടത്തുന്ന പ്രതികരണങ്ങൾ അനവസരത്തിലാകാറുണ്ട്. അതുപോലെയാണ് ഇതുമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ ആരോപണം ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയരുമ്പോൾ അതിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് അത് നയിക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു. അതാണ് അവർ പറയുന്നത്. അവർ ഉന്നയിച്ച ആരോപണത്തിന്റെ ഗൗരവം ചോർത്തിക്കളയുന്ന രീതിയിൽ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ശ്രമം രാഹുൽ നടത്തിയെന്ന്. അതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? കാരണം താങ്കൾ ഈ പറയുന്ന താങ്കളുടെ സങ്കല്പത്തിലുള്ള വസ്ത്രധാരണം ആണെങ്കിൽ ആ തരത്തിൽ പൂർണ്ണമായും ശരീരം മൂടിയ വസ്ത്രമാണല്ലോ അന്ന് അവർ ധരിച്ചിരുന്നത്. ഈ ആരോപണത്തിന് ആധാരമായ സംഭവം നടക്കുമ്പോൾ ആദ്യത്തെ പരിപാടിയിൽ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണം എന്ന വിഷയത്തിലേക്ക് താങ്കൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത്? ഒരു കാര്യം മാത്രമേ അതിലുള്ളൂ. ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാന പുരസ്സരം അവരെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനും അവരുടെ ചോയ്സ് ഓഫ് ഡ്രസ്സോ ചോയ്സ് ഓഫ് എക്സ്പ്രഷനോ വിമർശിക്കാൻ നമുക്ക് റൈറ്റ് ഉണ്ട്. ഏതുപോലെ എന്തുകൊണ്ടാണ് ബോച്ചെ പറയുന്നത് ശരിയല്ലെന്ന് നമ്മൾ പറയുന്നത്? ബോച്ചയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? കാര്യം ബോച്ചെ പറയുന്നത് ഡീസൻസി ലംഘിക്കുന്നതാണ്, മാന്യതയും മര്യാദയും സഭ്യതയും ലംഘിക്കുന്നതാണ്. അത് ശരിയല്ല എന്ന് ആദ്യം പറയുന്ന വ്യക്തികളൊന്ന് ഞാനാണ്. ഹണി റോസിനോട് ബോച്ചെ മാപ്പ് പറയണമെന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ഞാനാണ്. ബോച്ചെ പറഞ്ഞത് തെറ്റാണെന്ന് സൂചിപ്പിക്കുകയും ബോച്ചെ പറഞ്ഞ തെറ്റിന് ബോച്ചെ മാപ്പ് പറയണമെന്നും സൂചിപ്പിക്കുകയും ചെയ്യുന്ന